ഓർക്കുക, ഈ ഭരണകൂടങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ പല പദ്ധതികളും നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചതാണ്. ഒന്നാമതായി റബ്ബറിന്റെ സബ്സിഡി അഥവാ അതിന്റെ സംഭരണ വില 250 രൂപയെങ്കിലുമായി മിനിമം വർദ്ധിപ്പിക്കുക. അത് സർക്കാരിന് ചെയ്യാവുന്നതാണ്. ഇവിടെ മാത്രമല്ല, സാമ്പത്തിക ഞെരുക്കമുള്ള ശ്രീലങ്കയ്ക്കും തായ്ലൻഡിനും മറ്റ് റബ്ബർ ഉൽപാദക രാജ്യങ്ങൾക്കും കഴിയുന്ന കാര്യം എന്തുകൊണ്ടാണ് ആഗോളതലത്തിൽ സാമ്പത്തിക ശക്തിയായി 3-ാം സ്ഥാനത്തേക്ക് ഉയരുന്നുവെന്ന് നാൾക്കുനാൾ വമ്പ് പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കർഷകനോട് മാത്രം ഇത്രമേൽ ലജ്ജാകരമായ അവഗണന സർക്കാർ പുലർത്തുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവമായി ചോദ്യം ചെയ്യേണ്ട വസ്തുതയാണ്.